ഹലോ, അന്നസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മുഖത്ത് നിഗൂഢമായ ചിരി കാണുന്നുണ്ടല്ലേ. നിഗൂഢതയൊന്നുമല്ല കേട്ടോ, ചില കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ ചിരി വന്നതാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞതിൻ്റെ അതായത് മിനിഞ്ഞാന്ന് ഞാൻ ഇട്ട വീഡിയോയ്ക്കകത്ത് ഞാൻ തമ്നെയിൽ കൊടുത്തിരുന്നു മഞ്ജു വാര്യരുടെ വീട് മനോഹരമായ കുണ്ട് ഗ്രാമമാണ്. ഓക്കെ, അത് ഞാൻ ഫേസ്ബുക്കിലേക്ക് അതേ ടൈറ്റിലോട് കൂടി പോസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് കുറേ നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടോ. വന്ന നെഗറ്റീവ് കമൻറ്റ്സ് ഒന്നും എനിക്ക് അത്ര ഇതായി തോന്നിയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അല്ലാതെ തന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒരു സെക്ഷലി ഹൈലൈറ്റഡോ അങ്ങനെ ആയിട്ടുള്ള വീഡിയോയിൽ എന്തെങ്കിലും ഒരു നഗ്നത എന്ന് കേൾക്കുമ്പോൾ തന്നെ ലിങ്ക് എല്ലാവരും ഓപ്പൺ ആക്കി നോക്കുന്ന ആളുകളാണ് എന്നെഴുതി എനിക്ക് കമൻറ്റ് ഇട്ട ആൾക്കാർ അങ്ങനത്തെ ഒന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. അവർ ജസ്റ്റ് ചോദിച്ച് തള്ളാണോ അങ്ങനെ ഇങ്ങനെ. ശരിക്കും പറഞ്ഞാൽ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാതെയാണ് ഈ കമൻറ്റ് വന്ന എല്ലാ ആൾക്കാരും കമൻറ്റ് ചെയ്ത എല്ലാ ആൾക്കാരും വീഡിയോ ഒരു പകുതി പോലും കണ്ടിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം അതിനകത്ത് വ്യക്തമായിട്ട് മഞ്ജു വാര്യരുടെ വീടുണ്ടായിരുന്നു. പിന്നെ ആ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു മഞ്ജു വാര്യരുടെ കൂടെ ഞാൻ ഇതിന് മുമ്പ് എടുത്ത ഫോട്ടോയാണ് തമ്നെയിലായിട്ട് ഞാൻ ഇടുക എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ഷമിക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. ഒരു യൂട്യൂബ് വീഡിയോ നിങ്ങൾ കാണുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങളുടെ കുറേ സമയം പോയിന്നോ അല്ലെങ്കിൽ എന്താ പറയുക അല്ലെങ്കിൽ എന്തൊക്കെയോ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു എന്നുള്ള തോന്നലൊന്നും ആർക്കും ആവശ്യമില്ലല്ലോ. കാരണം യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ വീഡിയോസ് കാണണമെങ്കിൽ ചെറിയൊരു മൊബൈൽ ഡാറ്റ സ്പെൻഡ് ചെയ്യണം എന്നല്ലാതെ അതിന് കൂടുതലൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. ശരിക്കും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ തമ്നെയിലിൽ ഞാൻ കറക്റ്റായിട്ട് കൊടുത്തിരുന്നതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോസൊക്കെ എന്താ പറയുക ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നല്ലാതെ വലിയൊരു എന്താ പറയുക അങ്ങനെയല്ല, ഒരു എന്താ പറയുക എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് തമ്നെയിൽ കണ്ടാൽ തന്നെ അറിയാമല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ ഉള്ള ആൾക്കാർ എന്താ പറയുക വീഡിയോ ഒട്ടും കാണാതെ തന്നെ അഭിപ്രായം പ്രകടിപ്പിച്ചതിൽ ഞാൻ പ്രതിഷേധിക്കുന്നു. പിന്നെ മാത്രമല്ല ഒരാൾ എനിക്ക് നല്ല വ്യക്തമായിട്ട് ആ ഒരു ഇതിലൊന്നും എനിക്ക് സങ്കടമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. ആൾക്കാർക്ക് നിരാശ തോന്നി. അപ്പോൾ അവർ കമൻറ്റ് ഇട്ടു മഞ്ജു വാര്യരുടെ വീട് എന്ന് പറയുമ്പോൾ വീടിൻ്റെ പുറത്ത് കുറച്ച് ഭാഗങ്ങളിലേ കാണിച്ചുള്ളൂ. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ സന്തോഷം തരുന്ന കാര്യം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ എനിക്കൊരു കമൻറ്റ് എനിക്ക് വല്ലാതെ ഹെർട്ട് ചെയ്യല്ല, ഒരു വല്ലാതൊരു പുച്ഛം തോന്നിയൊരു കമൻറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് വ്യക്തമായിട്ട് അറിയുന്നൊരു വ്യക്തി, അത് കൽപ്പറ്റ ഗവൺമെൻറ് എംപ്ലോയി ആണ് കേട്ടോ. എൻ്റെ നാട്ടിൽ തന്നെയുള്ള വ്യക്തിയാണ്. ആ വ്യക്തിനെ ഞാൻ പലപ്പോഴും കൊറോണ സമയത്താണെങ്കിലും പല സ്ഥലങ്ങളിലും വെച്ച് കണ്ടിട്ടുണ്ട്, ചിരിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. ആ ഒരു വ്യക്തി എനിക്ക് കമൻറ്റ് ഇട്ടിരിക്കുക പ്ലേഗ് പരത്തുന്ന കുറേ അവതാരങ്ങൾ ഇവറ്റകളാണ് പ്ലേഗ് പരത്തുക എന്നെന്തോ പറഞ്ഞിട്ട്. എനിക്ക് എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ളൊരു വ്യക്തിയാണത്. എനിക്ക് വ്യക്തിനെ പേഴ്സണലായിട്ട് നല്ലോണം അറിയാം. പേഴ്സണലായിട്ട് കാണുമ്പോൾ ചിരിക്കുക വർത്തമാനം പറയാൻ വരെ ചെയ്യാൻ പറ്റുന്ന ഒരു ബന്ധം. പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കേണ്ടി വന്ന സമയത്ത് സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ പറയാൻ ഒന്നുമില്ല, കാരണം ഒന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരാണ് ജീവിതത്തിൽ എന്താ പറയുക ഒരു കാഴ്ചപ്പാടും ഇല്ലാത്ത വ്യക്തികളെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു കാഴ്ചപ്പാടുള്ളൊരു വ്യക്തിയാണെങ്കിൽ ആ വീഡിയോ ജസ്റ്റ് കണ്ടിട്ട് അതിനകത്ത് അതിൻ്റെ കണ്ടൻറ്റ് കാര്യമായിട്ടുണ്ടല്ലോ. സാധാരണ ഒരു പരസ്പര ബന്ധമല്ലാത്ത രീതിയിൽ ലിങ്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി മാത്രം വ്യൂവേഴ്സിനെ കൂട്ടാൻ അല്ലെങ്കിൽ വാച്ചവേഴ്സ് കൂട്ടാൻ വേണ്ടി മാത്രം തമ്നെയിൽ ഇടുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു വീഡിയോ ഒന്നല്ല. പിന്നെ ആരോ പറഞ്ഞു വരുമാനം കിട്ടാൻ വേണ്ടി കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറയട്ടെ, ഇതിനു മുമ്പ് ഇതല്ലാത്തൊരു സിറ്റുവേഷനിൽ ഞാൻ ജീവിച്ചിരുന്നപ്പോൾ പോലും എനിക്ക് കാശ് എന്താ പറയുക കുറേ കാശുണ്ടായാലും ജീവിതം മുമ്പോട്ട് പോകുള്ളൂ അങ്ങനെയുള്ള കാഴ്ചപ്പാടൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടെ വളർന്നതാണ്. അതൊന്നും എനിക്ക് നിങ്ങളടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാശിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന വ്യക്തിയാവാം അത് പറഞ്ഞത്. അവർ കാശിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ എൻ്റെ ഇതിനു മുമ്പുള്ള വീഡിയോസ് ആണെങ്കിലും എനിക്ക് ഇതിനു മുമ്പ് യൂട്യൂബ് വരുമാനം കിട്ടുന്നതിന് മുമ്പാണെങ്കിലും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്താണെങ്കിൽ പോലും ആ വരുമാനം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത് സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം. അത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. എനിക്ക് അതെൻ്റെ ഒരു യൂട്യൂബ് വീഡിയോയിൽ തന്നെ ഞാൻ വ്യക്തമായി പറയുന്നുണ്ട്. എനിക്ക് യൂട്യൂബ് വീഡിയോയിൽ നിന്ന് കിട്ടുന്ന എല്ലാ വരുമാനവും ഞാൻ മറ്റ് പല എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ എടുക്കില്ല. മറിച്ച് എനിക്ക് അങ്ങനെ ഒരു ആവശ്യങ്ങളൊന്നും വരാതിരിക്കട്ടെ, ആവശ്യങ്ങൾക്ക് എടുക്കില്ല. മറിച്ച് ഇത് കാണുന്നത് ഇപ്പം ഒരു ചാനൽ തുടങ്ങുക എന്ന് പറയുന്നതിനെപ്പറ്റി ഐഡിയ ഇല്ലാത്തവരുണ്ടാകാം. ഇപ്പം എല്ലാവർക്കും യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ, അത് വേറെ കാര്യം. ഞാൻ ആരോടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുമ്പോൾ അവർ ഞങ്ങൾക്കും കൂടെ ഒരു ചാനലുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്ന ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലപ്പം എന്നെ മാതിരി ഇങ്ങനെ ഇത്രയും പബ്ലിക്കായിട്ട് എക്സ്പ്ലോസ് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓരോ സ്ഥലത്ത് പോയിട്ട് ക്യാമറ പുറത്തെടുക്കുന്ന കാര്യം എക്സ്പ്ലോസ് ചെയ്യുക എന്ന് പറയുന്നത്. അതല്ലാതെ വേണ്ടാത്ത രീതിയിൽ ചിന്തിക്കേണ്ട കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ തമ്നെയിൽ ചിലപ്പം അങ്ങനത്തെ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ വ്യൂവേഴ്സ് ഉണ്ടാവും ഇഷ്ടം പോലെ കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു വീഡിയോയ്ക്ക് എനിക്ക് അത്യാവശ്യം നല്ല വ്യൂസും കിട്ടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന എല്ലാ വരുമാനവും എല്ലാവർക്കും ഒരുപോലെ ഇങ്ങനത്തെ ഒരു എന്താ പറയുക കാഴ്ചപ്പാടുണ്ടായിരുന്നു വരില്ല. യൂട്യൂബ് ചാനൽ തുടങ്ങുക, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തന്നു. അത് എൻ്റെ ഒരു സന്തോഷമായിരുന്നു. എനിക്ക് മഞ്ജു വാര്യരുടെ വീട് അങ്ങനെ കാണുമ്പോൾ തന്നെ ഉണ്ടായിരുന്ന സന്തോഷം ഞാനത് നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്തു. അത് കാണാൻ ആഗ്രഹമുള്ളവർ കാണുക, അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോവുക, അല്ലാത്തവർ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവുക. ഒരു സബ്സ്ക്രൈബേഴ്സ് കുറേ കൂടി എന്നോർത്ത് യൂട്യൂബിൽ നിന്ന് ഒരിക്കലും വരുമാനം കിട്ടുന്നില്ല. വാച്ചവേഴ്സ് ഉണ്ടാകുമ്പോഴാണ് വരുമാനം കിട്ടുക.
അതിന് യൂട്യൂബിൻ്റെ ഓരോ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി മാത്രമാണ് സബ്സ്ക്രൈബേഴ്സ്. മിനിമം 1000 സബ്സ്ക്രൈബേഴ്സിൻ്റെ ആവശ്യമുള്ളൂ. എനിക്ക് അതിന് കൂടുതലുണ്ട്. അഹങ്കാരം പറയുന്നതല്ല, അങ്ങനെ അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന വ്യക്തികളാണെങ്കിലാണ് ഞാൻ പറഞ്ഞത്. അല്ലാത്ത ആൾക്കാർ എന്നും എനിക്ക് എന്നെ എന്താ പറയുക പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. ഒരു എഡ്വേർഡ് കോവാലം എന്ന് പറയുന്ന വ്യക്തി എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാത്ത ആളാണ്. പുള്ളി എൻ്റെ എല്ലാ വീഡിയോസും കണ്ടിട്ട് അതിന് വ്യക്തമായിട്ട്, അപ്പം അങ്ങനെയാണ് നമ്മൾ എന്ത് കാര്യം, മോശം കാര്യമാണെങ്കിലും നല്ല കാര്യമാണെങ്കിലും വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കി അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടോടുകൂടി കമൻറ്റ് ഇടുക. ജസ്റ്റ് തമ്മിൽ മാത്രം കണ്ടിട്ട് കമൻറ്റ് ഇടുക എന്ന് പറയുന്നത് അതൊരു എന്താ പറയുക അംഗീകരിക്കാൻ പറ്റാത്ത നല്ല കാഴ്ചപ്പാടോടുകൂടി ഒരു കാര്യമല്ല. ഓക്കെ, അങ്ങനെയുള്ള വ്യക്തികൾ മറ്റുള്ളവർ എന്ത് പറയുന്നത് കേൾക്കുന്നു അതിനനുസരിച്ച് പെട്ടെന്ന് എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. എനിക്ക് ലൈഫിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിനു മുമ്പാണെങ്കിലും എനിക്ക് എന്താ പറയുക, എനിക്ക് എല്ലാ ഭാഗ്യങ്ങളും എന്നെ ഇങ്ങോട്ട് തേടി വന്നത്. ഞാൻ അങ്ങോട്ട് പോയ പലതും ഫേക്കായിരുന്നു. അങ്ങോട്ട് ഞാൻ എന്തൊക്കെ തേടിപ്പോയോ, ജീവിതത്തിൽ നിലനിർത്തണം എന്ന് ആഗ്രഹിച്ചോ, അത് ബന്ധങ്ങളാണെങ്കിലും ജീവിതത്തിൽ നിലനിർത്തണം എന്ന് ആഗ്രഹിച്ച പല ബന്ധങ്ങളും അതെന്നെ വിട്ടു പിരിഞ്ഞു പോയപ്പം ഞാൻ അതിനെ തേടി പിടിച്ച് ചെന്നിട്ടില്ല. കാരണം അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ടുള്ള ജീവിതം സുഖമാവുള്ളൂ. അല്ലെങ്കിൽ പലപ്പോഴും എന്താണ്, ആ ബന്ധത്തിൻ്റെ പേരിൽ ഞാൻ ഒത്തിരി വിഷമങ്ങൾ അനുഭവിക്കാറുണ്ട്. അത് ഞാൻ പിടിച്ചിങ്ങനെ അയ്യോ ആ ബന്ധം എനിക്ക് വേണം, നഷ്ടപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവരെ കൺവീനിയൻസ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഹാപ്പിനെസ്സാണ് ഇവിടെ നഷ്ടപ്പെടുന്നത്. അപ്പോൾ എൻ്റെ ഹാപ്പിനെസ്സിന് മുമ്പോട്ടിന് വേണ്ടി അവരുടെ തീരുമാനം അതാണെങ്കിൽ ഞാനായിട്ട് ഒരിക്കലും ഹായ് ബായ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോന്നിട്ടില്ല. എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ് അത് സ്വന്തത്തിൽപ്പെട്ടവരാണെങ്കിലും ബന്ധത്തിൽപ്പെട്ടവരാണെങ്കിലും പിന്നീട് ഞാൻ തിരിച്ചന്വേഷിച്ച് അവരെ ചെന്നിട്ടില്ല. തീർച്ചയായിട്ടും അതെന്നെ അറിയുന്നവർക്കറിയാം. അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലാവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ തിരിച്ചന്വേഷിച്ച് ചെല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ പിന്നീടും എനിക്ക് നഷ്ടപ്പെടുന്നത് എൻ്റെ മനസ്സമാധാനമാണ്. ഞാൻ ഒരു പ്രശ്നം വരുമ്പോൾ അവരെ കൺവീനിയൻസ് ചെയ്ത് കൂടെ കൂട്ടാൻ എനിക്ക് പറ്റുമായിരിക്കും. വീണ്ടും പ്രശ്നങ്ങൾ വരുമ്പോൾ അത് എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫ്, എനിക്ക് എൻ്റെ മുമ്പോട്ടുള്ള ലൈഫിൽ എനിക്ക് എൻ്റെ സമാധാനമാണ് നഷ്ടപ്പെടുന്നത്. പണത്തെക്കാളും എല്ലാത്തിനേക്കാളും വലുത് സമാധാനമാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് ഞാൻ. ഇതിനു മുമ്പ് എനിക്ക് അങ്ങനത്തെ ഒരു തിരിച്ചറിവ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതും ഞാൻ നമുക്ക് ഓരോ ദിവസങ്ങൾ കഴിയുമ്പോൾ ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഓരോന്ന് പഠിക്കുക. ഇതുവരെ നഷ്ടപ്പെട്ട ബന്ധങ്ങളെ ഓർത്ത് ഞാൻ വിഷമിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് വരെ. പക്ഷെ ഞാനിപ്പോൾ ചിന്തിക്കുകയാണ്, ഒരുപക്ഷെ ഞാൻ എന്താ പറയുക ആ ബന്ധങ്ങളെല്ലാം എന്താ പറയുക നിലനിർത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ എനിക്കൊരു നിലനിൽപ്പുണ്ടാവില്ലായിരുന്നു. ഞാൻ വീണ്ടും അവർക്ക് വേണ്ടി തന്നെ അവരെ കൺവീനിയൻസ് ചെയ്ത് അവരുടെ കാര്യത്തിന് വേണ്ടി അവരുടെ കാര്യത്തെ കൂടുതൽ ഇൻവോൾവ് ചെയ്ത് ഞാൻ ജീവിക്കേണ്ടി വന്നേനെ. ഇപ്പം ഞാൻ എനിക്ക് വേണ്ടി എന്താ പറയുക ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എൻ്റെ സന്തോഷം, ഞാൻ ചാനൽ തുടങ്ങിയതാട്ടെ എന്നെ എൻ്റർടൈൻ ചെയ്യിക്കാനാണ് ഫസ്റ്റ് ഞാൻ തുടങ്ങിയത്. അതിപ്പോൾ നല്ലോണം ഇപ്പോഴും ഭംഗിയായി തന്നെ നടക്കുന്നുണ്ട്. കാരണം ഞാൻ ഈ ചാനൽ തുടങ്ങിയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ജോൺസേട്ടനുമായിട്ടുള്ള കുറേ കലപിലകൾ, ജോൺസേട്ടനായിട്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നമ്മളെന്താ പറയുക മെയിനായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവില്ല, ആണുങ്ങൾ കണ്ടുപിടിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. അതുപോലെ തന്നെ ഒരു സാധാരണ കുടുംബമാണ്, സാധാരണ വ്യക്തിയാണ് നമ്മളെല്ലാവരും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എപ്പോഴും കലപില കൂട്ടുമായിരുന്നു. അപ്പം ഞാൻ ചിന്തിക്കുന്നത് ദൈവമേ അത് മാത്രമാണ് ലോകം, എനിക്ക് വേറൊരു ലോകമില്ലല്ലോ. അപ്പോൾ അവർ വേറെ ലോകത്തേക്ക് പോകുമ്പോൾ എനിക്ക് എന്തൊക്കെയോ നഷ്ടമാവുക എന്നാണ്. പക്ഷേ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് വേറെ എൻ്റർടൈൻമെൻറ്റ് ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ അവരെ കൂടുതലായിട്ട് നമ്മൾ അവരുടെ കാര്യത്തിൽ എന്താ പറയുക നമ്മുടെ ചിന്തകൾ മാറുമ്പോൾ പ്രവൃത്തികളെക്കാൾ കൂടുതൽ ഇപ്പോൾ എൻ്റെ ചിന്തകൾ മാറും. ഓരോ യൂട്യൂബ് ഓരോ കണ്ടൻറ്റ് അല്ലെങ്കിൽ എന്ത് വീഡിയോ എടുക്കാം, ഇപ്പം എന്ത് ചെയ്യാം, അങ്ങനെയുള്ളതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ കുറേ നമ്മുടെ മൈൻഡ് അതിനകത്തേക്ക് എന്താ പറയുക ഞാൻ എന്നെ തന്നെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി തുടങ്ങിയതാണ്. അതിപ്പോഴും നടക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക എൻ്റെ ചാനൽ എനിക്ക് വളരെ അതിപ്പോൾ ഇനിയിപ്പോൾ വ്യൂവേഴ്സ് ഇല്ലെങ്കിലും വാച്ചവേഴ്സ് ഇല്ലെങ്കിലും ചിലപ്പോൾ ഞാനിത് മുമ്പോട്ട് കൊണ്ടുപോകും. വ്യൂവേഴ്സും വാച്ചവേഴ്സും വരുമ്പോൾ നമുക്ക് കൂടുതൽ പ്രചോദനമാകും, അത് സത്യം തന്നെയാണ്. അതുപോലെ തന്നെ ഏഞ്ചൽ പഠിക്കാത്തതിനും കാര്യങ്ങൾക്കൊക്കെ ഞാൻ എപ്പോഴും കലവില കൂട്ടാറുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് അതിൻ്റെയും ഒരു ഇത് തോന്നുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് അവൾക്ക് അവളുടേതായ ഞാൻ കുറേ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ട് കാര്യമൊന്നുമില്ല. എന്നാലും ഞാൻ ചെയ്യാതിരിക്കുന്നില്ല കേട്ടോ. ഞാൻ എപ്പോഴും എനിക്ക് ടെൻഷനാണ്. +2 ആയതുകൊണ്ട് അവളൊരു തീരുമാനത്തിൽ എത്തുന്നോടം വരെ അവളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പര്യാപ്തമാകുന്നോടം വരെ ഞാൻ അവളുടെ കാര്യത്തിൽ ഇൻവോൾവ് ആവണമല്ലോ. ഇൻവോൾവ് ആയല്ലേ പറ്റും. എന്നാലും കുറേയൊക്കെ സമാധാനം അവൾക്കും ഉണ്ടായിട്ടുണ്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ്. കാരണം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാരണം എന്നെക്കാൾ കൂടുതൽ സമാധാനം എൻ്റെ വീട്ടുകാർക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ എൻ്റെ അമ്മ, ഞാൻ പറഞ്ഞ ലൈഫിലിപ്പം എൻ്റെ അമ്മ പിന്നെ ഏഞ്ചൽ ജോൺസേട്ടൻ ഇവരൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഞാൻ മുമ്പോട്ട് പോകും എന്നല്ലാതെ വേറെയുള്ള കാര്യങ്ങൾ അവരെന്നെ തഴഞ്ഞിനി മുമ്പോട്ട് പോകാറുണ്ട്. അവരെ ഞാൻ തിരിച്ചു കൊണ്ടുവരാൻ തഴഞ്ഞു പോയി എന്നൊന്നുമല്ല കേട്ടോ പറയുന്നത്, എക്സാമ്പിൾ പറഞ്ഞാണ്. തിരിച്ചു കൊണ്ടുവരാൻ നോക്കുമെന്നല്ലാതെ വേറെ എന്ത് റിലേഷൻഷിപ്പ് ആണെങ്കിലും എൻ്റെ ലൈഫിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് ദൈവം എനിക്ക് നല്ലതിന് വേണ്ടി ചെയ്തെന്നേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ ഓക്കെ, കമൻറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഈ കമൻറ്റും ഞാൻ പ്രോത്സാഹനമായി തന്നെ കാണുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ മെയിൻ കണ്ടൻറ്റ് അതല്ല, ഒരു അൺബോക്സിങ് വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും എല്ലാവരും കാണണം കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. എന്താ പറയുക വളരെ വാല്യുബിളായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള സംഭവത്തിൻ്റെ അൺബോക്സിംഗ് ആണ്. സർപ്രൈസ് ആയിട്ട് എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ അൺബോക്സിംഗ് ഉണ്ട്, അപ്പോൾ തീർച്ചയായിട്ടും കാണണം.
അതുപോലെ തന്നെ എനിക്ക് കുറേ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, കാരണം ഒന്നിനൊരു ഹോസ്പിറ്റൽ കേസൊക്കെ വന്നു അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ എനിക്ക് വീഡിയോ വേറെ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാവരും എന്താ പറയുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. എനിപ്പോൾ ഫേസ്ബുക്കിൽ കമൻറ്റ് ചെയ്ത്, പക്ഷേ മറ്റേ കമൻറ്റ് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരുന്നില്ല ആ വ്യക്തി അയച്ചത്. ഞാൻ പറഞ്ഞത് എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ഒരു വ്യക്തി ചെയ്ത കമൻറ്റാണ്. പുള്ളി ഗവൺമെൻറ് എംപ്ലോയി ആണ്, എല്ലാവരുടെ മുമ്പിൽ മാന്യനായി നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കമൻറ്റ് വന്നപ്പോൾ അത് ഞാൻ ഹൈഡ് ചെയ്തു. കാരണം എന്താ വെച്ചാൽ അതിന് റിപ്ലൈ കൊടുത്ത ശേഷം ഞാൻ ആ മെസ്സേജ് ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം കീപ് വാച്ചിങ് ടു അൺബോക്സിങ് വീഡിയോ. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്, കാരണം സാധാരണ കിട്ടുന്ന പോലെ അങ്ങനെയുള്ള ഒരു അൺബോക്സിങ് അല്ല, നമ്മൾ കാശ് കൊടുത്ത സാധനം വാങ്ങി അൺബോക്സ് ചെയ്യുന്നത് പോലെയല്ല. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാരണം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ബിഗ് താങ്ക്സ്. ഇന്ന് അല്പം വില കൂടിയൊരു അൺബോക്സിംഗ് ആണ്. വില കൂടിയെന്ന് വെച്ചാൽ വില മതിക്കാനാവാത്തൊരു അൺബോക്സിങ്ങും പിന്നെന്താ പറയുക, ഒരു പ്രഷ്യസ് ആയിട്ടുള്ള സംഭവമാണ്. ആക്ച്വലി എനിക്കറിയില്ല കേട്ടോ ഈ ബോക്സിൻ്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. വളരെ സിൻസിയറായിട്ട് പറയുന്ന കേട്ടോ, എനിക്കറിയില്ല എന്നുള്ളത്. അപ്പോൾ ഇതെന്താണെന്നൊക്കെ അറിയാൻ നിങ്ങൾക്കും ആകാംക്ഷ ഉണ്ടാകും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട് എനിക്ക് പാലക്കാട് നിന്ന് കൊണ്ട് തന്നതാണ് കേട്ടോ. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സാധാരണ നമ്മളെല്ലാവരും നാട്ടിൽ പോയി വരുമ്പോൾ അത് കൊണ്ടുവരണം ഇത് കൊണ്ടുവരണം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഞാനിങ്ങനെ ഓരോ നാടൻ സാധനം അത് കൊണ്ടുവരണേ എന്നൊക്കെ പറഞ്ഞെങ്കിലും കൊണ്ടുവരുന്ന ഒരിക്കലും വിചാരിക്കില്ല. അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. പിന്നെ ആദ്യം വാഴ കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇത്രയും എന്താ പറയുക, വാഴ കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും സംഭവമാക്കി കൊണ്ടുവരുന്നൊന്നും വിചാരിച്ചില്ല കേട്ടോ. ഇവിടെ ഇപ്പോൾ ഫ്ലാറ്റിൽ നമുക്ക് വാഴലയൊന്നും ഇങ്ങനത്തെ ഒരു ഏരിയയിൽ നമുക്ക് വാഴലയൊന്നും കിട്ടാനില്ലല്ലോ. അപ്പോൾ ഞാനിത് അൺബോക്സ് ചെയ്യട്ടോ ഓരോന്നായിട്ട്. എനിക്ക് ആത്മാർത്ഥമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയില്ല കേട്ടോ. എനിക്ക് ക്യാമറ ഓടിച്ചത് നോക്കട്ടെ. ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇതിനെ കാണിക്കണേ എന്താണ്. ശർക്കര ഉപ്പേരി, ഇതൊക്കെ പറയാതെ പാലക്കാട് നിന്ന് നിർത്തിയ എൻ്റെ ഫ്രണ്ടില്ലേ ഡോക്ടർ നിർത്തിയവരെന്താ അവരുടെ അമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വിലമതിക്കാനാവാത്തതെന്ന് പറഞ്ഞത്. കടയിൽ നിന്ന് നമുക്കിപ്പോൾ എല്ലാ സാധനവും നമുക്ക് വാങ്ങി കഴിക്കാൻ പറ്റും. ശർക്കര ഉപ്പേരിയാണ് കേട്ടോ. എന്തൊക്കെയോ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ കുറേ സാധനം നമുക്ക് അൺബോക്സ് ചെയ്യാനുണ്ട് കേട്ടോ. നന്നാറി സിറപ്പ് കൊണ്ടിരുന്നു പറഞ്ഞു നമ്മുടെ അടുത്ത്. നന്നാറി സിറപ്പാണ് കേട്ടോ അത്. സർബത്ത് ഉണ്ടാക്കുന്നേ ഹോം മെയ്ഡ് ആട്ടോ ഉണ്ടാക്കിയത്. അതായത് ഇതിൽ ഫുള്ളുണ്ട്, നിറച്ചുണ്ട് കേട്ടോ സാധനം. അയ്യോ, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. എല്ലാവരോടും നമ്മളിങ്ങനെ കൊണ്ടുവരും. ഞാനും ഇങ്ങനെ പലരോടും പല വാക്കൊക്കെ പറയാറുണ്ട്. വരുമ്പോൾ കൊണ്ടുവരാം, വയനാട്ടിൽ തേനുണ്ട് കൊണ്ടുവരാന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. പക്ഷെ ഒരിക്കലും ഞാൻ അങ്ങനെയുള്ള പ്രോമിസ് ഒന്നും ആരോടും കീപ്പ് ചെയ്തിട്ടില്ല. പക്ഷേ നല്ല അതിനിടയ്ക്ക് ഗോപ്രോയ്ക്കകത്തൊന്ന് SD കാർഡ് എറർ കാണിച്ചിരുന്നു. അതുകൊണ്ട് ഇത് കണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ. ചിപ്സ് ഇതൊക്കെ ഇങ്ങനെ അവിടുന്ന് ഇവിടം വരെ കൊണ്ടുവന്നതേ. ഹായ്, ഇഞ്ചിപ്പുളി ചക്കരയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് കാണിച്ചേ. വൗ, ഇതൊക്കെ നമുക്ക് മാത്രമുള്ളതാണോ അവർക്കും കൂടി ഉള്ളതാണോ? വല്ലപ്പോഴും ആണ് കേട്ടോ അവർ തന്നെ നാട്ടിൽ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് തന്നെ എന്തോ ഒരു സാധനം കൊണ്ടുവരാണ്ടാവും. അതിൻ്റെ ഇടയിൽ ഇതെന്താ പപ്പടം. അത് ഹോം മെയ്ഡ് പപ്പടാണ് കേട്ടോ. നിർത്തിയൻ്റെ അമ്മ ഉണ്ടാക്കിയ പപ്പടാണേ. ഞങ്ങളപ്പോൾ പപ്പടക്കറീൻ്റെ റെസിപ്പി വീഡിയോ ഒക്കെ ഇടുന്നു പറഞ്ഞില്ലേ. അപ്പം ഇനി എന്തായാലും നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് നാളത്തെ വീഡിയോ മിക്കവാറും അത് തന്നെയായിരിക്കും. നിർത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏഞ്ചലി, എന്തൊക്കെയാണ് ഈ സംഭവം? നെയ്യപ്പം. ശരിക്കും പറഞ്ഞാൽ മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ. നമുക്ക് എത്ര പണം കൊടുത്താലും കിട്ടാത്ത സംഭവങ്ങളാണ് ഇതൊക്കെ. കിട്ടുമായിരിക്കും, പക്ഷെ ഇതേപോലെ എന്താ പറയുക, ഒരു ഹോം മെയ്ഡ് നമുക്ക് വേണ്ടിയിട്ട് അത്ര കരുതൽ. എന്തൊക്കെ അഗൈൻ SD കാർഡ് എറർ കേട്ടോ. എന്താണെന്നറിയില്ല കാർഡിന് വെച്ചത്. പിന്നെ നിത്യേൻ്റെ അമ്മ ഭയങ്കര കുക്കിങ്, കേക്കൊക്കെ ഉണ്ടാക്കി. കേക്കൊക്കെ ഓർഡർ അനുസരിച്ച് ക്യാഷിന് വേണ്ടിയിട്ടല്ല കേട്ടോ. പുള്ളിക്കാരി വെൽ ക്വാളിഫൈഡ് ഒക്കെ ആണ്. ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ ഇങ്ങനെ ചെയ്യില്ല എന്നല്ല ഞാൻ പറയുന്നത്. ക്യാഷിന് വേണ്ടിയിട്ടല്ല, ഒരു ഹോബിയായിട്ട് ചെയ്യുന്നത് എന്തായാലും കേട്ടോ. അങ്ങനെ കിട്ടു. അപ്പോൾ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല ആക്ച്വലി. എല്ലാത്തിലും ഒന്ന് കാണിച്ചേ. ഇത്രയും സാധനങ്ങൾ ഇതൊക്കെ കൊണ്ടുവന്നതാണ് കേട്ടോ നാട്ടിൽ നിന്ന്.
അപ്പം ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ കൊണ്ടു തന്നപ്പോഴേ ഞാൻ പറഞ്ഞു എനിക്ക് വീഡിയോ എടുക്കണം, വീഡിയോ എടുത്തോണ്ടേ ഞാൻ അൺബോക്സ് ചെയ്യുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം താങ്ക്സ് പറയുന്നില്ല, ഇതിനൊക്കെ താങ്ക്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ മോശമായിപ്പോൾ. ഓക്കെ, അപ്പം കീപ് വാച്ചിങ്. തിന്നട്ടെ കേട്ടോ. ഞാൻ ഇതുവരെ ഇതുപോലെ ആർക്കും ഞാൻ ഇതുപോലെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കിതൊരു അത്ഭുതമാണ്. ചെയ്യുന്നവരുണ്ടാവുമായിരിക്കും കേട്ടോ. അപ്പം ഇത് എത്ര മൂല്യം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാനും ഇനി നമ്മുടെ വയനാടൻ സാധനമൊക്കെ പറ്റുന്ന പോലെയൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടു കൊടുക്കണം, അല്ലെങ്കിൽ വയനാട്ടിലേക്ക് വിളിക്കണം. എനിക്ക് ഇങ്ങനത്തെ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. ആക്ച്വലി അതാണ് എനിക്ക് ആകെ ഉണ്ടാക്കാൻ അറിയുന്ന ബീഫ് ദം ബിരിയാണി മാത്രം. അവർ ബീഫ് കഴിക്കുമെന്ന് എനിക്കറിയാം. ഓക്കെ, കീപ് വാച്ചിങ്. ഭക്ഷണം കഴിക്കട്ടോ, വിശന്നിട്ടില്ല. ഒരു വലിയ അബദ്ധം പറ്റിയിട്ടോ. നെക്സ്റ്റ് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പം ഞാൻ വലിയ ഫിഷ് കണ്ടപ്പോൾ വാങ്ങിയതാണ്. ഇതിൻ്റെ വില എത്രയാണെന്ന് ഈ ഒരു ചെറിയ പീസിന് 137 രൂപ. ഓ, ഞാൻ ദോശയും ഫിഷ് ഫ്രൈയും കൂടെ ഉണ്ടാക്കി കഴിക്കാൻ പോകണേ. പിന്നെ ഈ നിർത്തി കൊണ്ടുവന്ന ഇഞ്ചിപ്പുളീൻ്റെ കളറ് കാണിച്ചു തരാവേ. എൻ്റെ അമ്പോ, അരവണപ്പായസം ഇല്ലേ അതുപോലെ ഉണ്ട്. ഞാൻ വേറൊരു ബോക്സിലേക്ക് ഇട്ടിച്ചുണ്ടോ, അരവണപ്പായസം പോലെ ഉണ്ട്. ഇതൊക്കെ കൂട്ടി ഞാൻ ദോശ കഴിക്കട്ടെ. എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. ഫുഡ് കഴിക്കട്ടെ. ഞാൻ കുഞ്ഞ് സെറ്റ് ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയത്. മീനും നെയ്യും ഒന്നിച്ച് കഴിക്കരുത് എന്നാണേ പറയുക എല്ലാവരും. പക്ഷെ എനിക്കിത്തിരി നെയ്യിൻ്റെ ചുവയില്ലാതെ ദോശ അങ്ങോട്ട് ഇറങ്ങില്ല. അതുകൊണ്ടല്ല കേട്ടോ, വേറെ കറികളൊന്നുമില്ലല്ലോ. ഹലോ, അപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വരുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ഉണ്ട്, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കണം. ഭയങ്കര സ്പീഡിൽ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ബൈ, ടേക്ക് കെയർ.